നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ അകലെയാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമമുള്ളത്. ഈ പോകുന്ന വഴിക്കാണ് സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്ക്. സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കാണ് ഈ മുന്നിൽ കാണുന്നത്. അങ്കമാലിയിൽ നിന്ന് മുക്കന്നൂർ വഴിയും ഈ റൂട്ടിലേക്ക് എത്തിച്ചേരാം. NH-47 ആണെങ്കിൽ അങ്കമാലി ചാലക്കുടി റൂട്ടിൽ മുരിങ്ങൂരിൽ നിന്ന് ഏഴാറ്റുമുഖം റോഡിലൂടെയും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലൂടെയൊക്കെയുള്ള വഴിയിലും ഈ സ്ഥലത്തിലേക്ക് എത്തിച്ചേരാം. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിറയെ എണ്ണപ്പനകളാണ്. അങ്ങനെ ഞങ്ങൾ ഏഴാറ്റുമുഖം മുഖ്യ കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ പാസ്സുണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് ഉള്ള പാസ്. 20 രൂപ പാർക്കിംഗ് ഫീയും കൂടെ ഉണ്ട്. ചാലക്കുടി പുഴയുടെ കുറുകെ ഏഴാറ്റുമുഖത്തെയും തുമ്പൂർ മുഴിയും തമ്മിൽ ബന്ധിക്കുന്ന തൂക്കുപാലമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. തൂക്കുപാലത്തിന് മുകളിൽ നിന്ന് ചാലക്കുടി പുഴയെ ഒരു പ്രാവശ്യമെങ്കിലും ആസ്വദിക്കേണ്ടതാണ്. മനോഹരിയായി ഒഴുകിയെത്തുന്ന പുഴ ഇവിടെ വെച്ച് പാറയിടുക്കുകളിൽ തട്ടി ഏഴായി മുറിഞ്ഞ് വീണ്ടും ഒന്നു ചേരുന്നതാണ് കാഴ്ച. ഇത് അത്യാവശ്യം വലിപ്പമേറിയൊരു തൂക്കുപാലമാണ്. ഇതാണ് തൂക്കുപാലത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. തൂക്കുപാലത്തിൻ്റെ ഈ കര എറണാകുളം ജില്ലയാണ്. തൂക്കുപാലത്തിൻ്റെ അങ്ങേക്കര തൃശ്ശൂർ ജില്ലയുമാണ്. തൃശ്ശൂർ എറണാകുളം ജില്ലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണിത്. തൂക്കുപാലത്തിൽ ഒരേ സമയം 115 ആളുകളിൽ കൂടുതൽ കയറാൻ പാടില്ല എന്നാണ് താഴെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ തൂക്കുപാലത്തിൽ കയറി. തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ചാലക്കുടി പുഴയെ കാണുന്നത് അതിമനോഹരമാണ്. ഇതൊരു ജൂൺ മാസം ലാസ്റ്റാണ്. അതുകൊണ്ട് ചാലക്കുടി പുഴയെല്ലാം നല്ല രീതിയിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. തൂക്കുപാലത്തിന് മുകളിൽ നിന്ന് താഴെ ചാലക്കുടി പുഴയെ നോക്കി കാണുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ്. കാരണം പുഴയെല്ലാം വളരെ നന്നായിട്ട് നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തടയണയും കാര്യങ്ങളും എല്ലാം നിറഞ്ഞ് ചെറിയ വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഏഴാറ്റുമുഖം എന്ന പേര് ഉത്ഭവിക്കാനുണ്ടായ കാരണം ഒഴുകിയെത്തുന്ന ചാലക്കുടി പുഴ ഇവിടെ വെച്ച് പാറയിടുക്കുകളിൽ തട്ടി ഏഴായി മുറിഞ്ഞ് വീണ്ടും ഒന്നു ചേരുന്നതാണ് കാഴ്ച. ഏഴാറ്റുമുഖം എന്ന പേര് ലഭിച്ചത് ഇങ്ങനെയാണ്. പുഴ നിറഞ്ഞ് ഒഴുകുന്ന സമയങ്ങളിൽ പുഴ മുറിയുന്നില്ല. ഇപ്പോൾ പുഴ നിറഞ്ഞ് ഒഴുകുന്ന ജൂൺ മാസമാണ്. വെള്ളം കുറവുള്ള സമയങ്ങളിലാണ് പുഴ ഏഴായി മുറിയുന്നത്. ഇപ്പം സമൃദ്ധമായ ജലം ഒഴുകുന്ന സമയമാണ്. അതുകൊണ്ട് പുഴ മുറിയുന്നില്ല. എല്ലാം കൂടെ ഒന്നായിട്ടാണ് ഒഴുകി വരുന്നത്. ചാലക്കുടി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് തുമ്പൂർ മുഴി എന്ന ഗ്രാമത്തിൽ പണിതിരിക്കുന്ന തടയണയാണ് ഇവിടുത്തെ മറ്റൊരു മുഖ്യ ആകർഷണം. കനാൽ വഴിയുള്ള ജലസേചന പദ്ധതിക്കായി 1949 നിർമ്മാണം തുടങ്ങി 1950 തീർത്തു. നിർമ്മാണ ചെലവ് ഏകദേശം 2 കോടി രൂപയാണ്. പദ്ധതിയുടെ ഭാഗമായ 2 കനാലുകളുണ്ട്. വലത് കനാലിൻ്റെ നീളം 48.28 കിലോമീറ്ററും ഇടത് കനാലിൻ്റെ നീളം 35.45 കിലോമീറ്ററുമാണ്. തടയണ കവിഞ്ഞ് ഒഴുകുന്ന കാഴ്ച ചെറിയതും എന്നാൽ മനോഹരമായൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നു. വേനൽക്കാലത്തെ കാഴ്ച വലിയ മനോഹരമൊന്നുമല്ലായിരിക്കും. പക്ഷേ ഈ മഴക്കാലം ചാലക്കുടി പുഴ വെള്ളം നിറഞ്ഞ് സമൃദ്ധമായി ഒഴുകുന്ന ഒരു സമയമായതുകൊണ്ട് കനാലുകളൊക്കെ നിറഞ്ഞ് ഒഴുകുന്ന കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഇതിന് മുകളിലാണ്. അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഇവിടേക്ക് താഴേക്ക് ഒഴുകി. കനാലുകളിൽ നിന്ന് വെള്ളം പതഞ്ഞൊഴുകുന്ന കാഴ്ച അവർണ്ണനീയമാണ്. ജലസേചന പദ്ധതിക്കായിട്ടാണ് കനാലുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തൂക്കുപാലത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴും മുകളിലേക്ക് നോക്കുമ്പോഴും എല്ലാം കാഴ്ച അവർണ്ണനീയമാണ്. നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് ഈ മഴക്കാലത്തെ ചാലക്കുടി പുഴയുടെ മുകളിലുള്ള തൂക്കുപാലം. ഇതിൻ്റെ അക്കരെ തുമ്പൂർ മുഴി മറ്റൊരു ഗ്രാമമാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഉള്ളത്. ഇവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഏഴാറ്റുമുഖത്തെ ടിക്കറ്റ് കൊണ്ട് നമുക്ക് പാലത്തിൻ്റെ അക്കരെയുള്ള തുമ്പൂർ മുഴിയിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അവിടെ കയറണമെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു ടിക്കറ്റും കൂടെ എടുക്കേണ്ടി വരും. 20 രൂപയാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജും കൂടെ. ഇതാണ് പാലത്തിൻ്റെ മറുകരയാണ് തുമ്പൂർ മുഴി ഗാർഡന്. 9 മണി തൊട്ട് 5 മണി വരെ ഇത് തുറക്കുന്നതായിരിക്കും. ഇവിടുന്ന് നമുക്ക് വേറെ വീണ്ടും ടിക്കറ്റ് എൻട്രി ഫീസ് 20 രൂപ കൊടുത്ത് മാത്രമേ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. അപ്പുറത്തെ ഏഴാറ്റുമുഖത്തെ പാസ് കൊണ്ട് നമുക്ക് തുമ്പൂർ മുഴിയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ തൂക്കുപാലത്തിനുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നേരെ മറുകര എത്തി. തുമ്പൂർ മുഴി ഗ്രാമത്തിലെത്തി. 20 രൂപ പാസ് എടുത്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായി ഇങ്ങോട്ട് പ്രവേശിച്ചു. 20 രൂപ പാസ് എടുക്കാതെ ഇങ്ങോട്ട് കയറ്റി എടുത്തുകയില്ല. തുമ്പൂർ മുഴിയിലെ പ്രധാന കാഴ്ചകളെന്ന് പറയുന്നത് പൂന്തോട്ടമാണ്. പൂന്തോട്ടവും കുട്ടികൾക്കായിട്ടുള്ള കളിസ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ശലഭങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ചതാണ് ഈ പ്രദേശം. ആയതിനാൽ ഇവിടെ ധാരാളം ശലഭങ്ങളെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അധികം ശലഭങ്ങളെ ഒന്നും കാണാൻ സാധിച്ചില്ല. ഇവിടെ പരിചയമുള്ള ഒരാളുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. അതിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം. അങ്ങനെ ഞാൻ തുമ്പൂർ മുഴി ഉദ്യാനത്തിൻ്റെ അകത്തേക്ക് കടന്നു. ഇവിടെ കൂടുതലായുള്ളത് കൂടുതൽ ഔഷധ സസ്യങ്ങളും പൂന്തോട്ടങ്ങളും കുട്ടികളുടെ കളിസ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഒരു മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ നിറച്ച് വെള്ളവും ചെളിയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു കനാലുണ്ട്. ഇത് ചാലക്കുടി പുഴയിൽ നിന്നുള്ള കാണുന്നത്.
ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി കുറേ കളിസ്ഥലങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ തുമ്പൂർമൊഴി പാർക്കിൽ നിന്ന് തന്നെ തൂക്കുപാലവും ചാലക്കുടി പുഴയൊക്കെ വളരെ മനോഹരമായി ആസ്വദിക്കാൻ സാധിക്കും. വളരെ മനോഹരമായ രീതിയിലാണ് ഈ തുമ്പൂർമൊഴി ഗാർഡന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചാലക്കുടി പുഴയെ നമുക്ക് വളരെ മനോഹരമായി ആസ്വദിക്കാൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ, നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാനും ചാലക്കുടി പുഴയൊക്കെ നന്നായി ആസ്വദിക്കാനൊക്കെ നമുക്ക് ഈ തുമ്പൂർമൊഴി ഗാർഡനിൽ ഇരുന്നാൽ സാധിക്കും. ഈ തുമ്പൂർമൊഴി ഗാർഡൻ്റെ ഒരു ഭാഗത്തായി ഒരു അപ്പർ ഡെക്ക് ഉണ്ട്. അപ്പർ ഡെക്ക് ഒരു 2 നിലയായിട്ടാണ് പണിതിരിക്കുന്നത്. ഈ അപ്പർ ഡെക്കിൻ്റെ മുകളിൽ കയറി നിന്നാൽ തൂക്കുപാലം വളരെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പതഞ്ഞൊഴുകുന്ന ചാലക്കുടി പുഴയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. മഴക്കാലമായതിനാൽ താഴെ ഗ്രാനൈറ്റൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. തെന്നാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ കെയർഫുള്ളായിട്ടൊക്കെ നിൽക്കണം, ഇല്ലെങ്കിൽ തെന്നി താഴെ വിടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അങ്ങനെ ഞാൻ അപ്പർ ഡെക്കിൻ്റെ മുകളിൽ കയറി. അപ്പർ ഡെക്കിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. പതഞ്ഞൊഴുകി വരുന്ന ചാലക്കുടി പുഴയെ അതിമനോഹരമായി ആസ്വദിക്കാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഒന്നുമില്ല. മഴക്കാലത്ത് തന്നെ വരണം. നല്ല സീസണൽ ടൈമിൽ തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ചാലക്കുടി പുഴയെ അതിമനോഹരമായി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വന്ന തൂക്കുപാലമൊക്കെ അതിമനോഹരമായി കാണാം. പതഞ്ഞൊഴുകുന്ന ചാലക്കുടി പുഴയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ആതിരപ്പള്ളി, വാഴച്ചാൽ ആതിരപ്പള്ളിയിൽ നിന്നൊക്കെ താഴെയായിട്ടാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നുള്ള സെയിം വെള്ളച്ചാട്ടത്തിലെ വെള്ളമാണ് ഈ താഴേക്ക് വരുന്നത്. ഫാമിലിയായിട്ടൊക്കെ വന്ന് കാഴ്ചകൾ കാണാനും ഫോട്ടോ ഒക്കെ എടുക്കാനും വളരെ നല്ലൊരു സ്ഥലമാണ് ഇത്. ഇതാണ് അപ്പർ ഡെക്ക്. കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചൊക്കെ നീക്കിയാൽ താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഗാധമായ വെള്ളത്തിലേക്കായിരിക്കും പതിക്കുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി മാത്രം ഇവിടേക്ക് നിൽക്കുക. അങ്ങനെ ഞാൻ തുമ്പൂർമൊഴി ഗാർഡനിൽ നിന്ന് തിരിച്ച് തൂക്കുപാലം വഴി തിരിച്ച് പോകാൻ തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴും പാലത്തിന് താഴെ നിന്നൊക്കെ നോക്കിയാൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. കനാലിൽ നിന്ന് ഒഴുകി വരുന്ന പതഞ്ഞൊഴുകുന്ന വെള്ളമാണ് ഇവിടുത്തെ ഒരു മുഖ്യ ആകർഷണം എന്ന് പറയാവുന്നത്. ഇവിടെ എത്ര നേരം നിന്ന് കഴിഞ്ഞാലും മടുക്കുകയില്ല. പക്ഷെ മഴക്കാലത്ത് തന്നെ വരണം എന്നുള്ളതേ ഉള്ളൂ. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഈ തൂക്കുപാലത്തിലെ കാഴ്ചകൾ അതിമനോഹരമായി ആസ്വദിക്കാൻ മഴക്കാലത്ത് തന്നെ വരിക. വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയൊന്നും ഉണ്ടാകാൻ സാധിക്കില്ല. ഈ തൂക്കുപാലത്തിൽ ഒരേ സമയം 115 ആളുകൾ കൂടുതൽ കയറാൻ പാടില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. തൂക്കുപാലത്തിൽ കൂടി ദയവായി ഓടുകയും ചാടുകയും ഒന്നും ചെയ്യാതിരിക്കുക. ശാന്തമായി നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. ശാന്തമായി ഒത്തിരി നേരം നിന്ന് ആസ്വദിക്കാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു കാഴ്ച കൂടിയൊക്കെയാണിത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.